ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കൂർഗിൽ നിന്ന് കാസർഗോട്ടേക്കാണ് പോകുന്നത്. 2.5 മണിക്കൂറാണ് ഇവിടുന്ന് കാണിക്കുന്നത്. അപ്പോൾ കൂർഗിൽ നിന്ന് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നാൽ പിന്നെ നിർത്താതെ ഡയറക്റ്റായിട്ട് കാസർഗോട്ടേക്ക് പോകാമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ബേക്കൽ ഫോർട്ടിലേക്കാണ് പോയത്. ഇവിടെയാണ് ബേക്കൽ ഫോർട്ടിലേക്കുള്ള റോഡിൻ്റെ എൻട്രൻസ്. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിരുന്നു. നല്ല വെയിലായിരുന്നു. ഇതിലൂടെ കുറച്ച് ദൂരം പോകണം. കാസർഗോഡ് മെയിനായിട്ട് ഈ ബേക്കൽ ഫോർട്ടും പിന്നെ ബേക്കൽ സീയും ആണ് കാണാനുള്ളത്. ബേക്കൽ ഫോർട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഒരു ഹാഫ് ഡേ തന്നെ എടുക്കും. അപ്പോൾ ഇവിടെയാണ് പാർക്കിങ്. ഈ പാർക്കിംഗ് ഏരിയയിൽ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ക്യാപ്പും ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്, കാരണം അത്രയും വെയിലായിരുന്നു. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇതാണ് ഫോർട്ടിൻ്റെ എൻട്രൻസ്. വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളൊന്നും നടന്ന് കണ്ടിട്ടില്ല. കുറച്ച് ഏരിയ ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോന്നു. ഈ സമയമായിട്ടും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഫുൾ കടലാണല്ലോ, അപ്പോൾ ആ കടലിൽ നിന്നുള്ള കാറ്റ് വരുന്നുണ്ട്. ഈ സൈഡിലൂടെ നടക്കുമ്പോൾ ഒരു സൈഡ് ഫുൾ കടലാണ്. അപ്പോൾ കടലും കണ്ട് നമുക്കിങ്ങനെ നടന്ന് പോവാം. ഓരോ സ്ഥലത്ത് നിന്നും കടലിലേക്ക് പല പല വ്യൂകളാണുള്ളത്. പിന്നെ ഇവിടെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ കോട്ടയാണ് കേരളത്തിലെ. 300 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. കടലിലൂടെ ഉണ്ടാവുന്ന ആക്രമണങ്ങളൊക്കെ തടയാനായിട്ട് ഈ ബേക്കൽ കോട്ട ഉപയോഗിച്ചിരുന്നു. ഓരോ സ്ഥലത്തും വാച്ച് ടവറുകളുണ്ട്. പല പല ഹൈറ്റിലുള്ള വാച്ച് ടവറുകളാണ്. ഇവിടെ നിന്ന് നമുക്ക് ആ കടലിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഈ കോട്ടയുടെ ഉള്ളിൽ രാജകീയ കൊട്ടാരങ്ങളൊന്നുമില്ല. ഈ അറബിക്കടലിൻ്റെ ഭംഗി ഓരോ സ്ഥലത്ത് നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയതോടുകൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ബേക്കൽ സീയിലേക്കാണ് പോകുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആവും ഇത്ര അധികം തിരക്കെന്ന് തോന്നുന്നു. പോകുന്ന വഴി 3D വാച്ചിങ്, അതേപോലെ ബേർഡ്സ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എല്ലാത്തിലും അവർക്ക് കയറേണ്ടിയും വരും. പിന്നെ അധിക കടൽ തീരത്തൊന്നും കാണാത്ത പോലെ ഒട്ടകങ്ങളുണ്ടായിരുന്നു. ഒട്ടകത്തിൻ്റെ പുറത്ത് നമുക്ക് കയറാം. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. ഇതാണ് സ്കൈ ഡൈൻ റെസ്റ്റോറൻറ്റ്. മുകളിൽ നിന്ന് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം. ചെന്നപ്പോൾ ഏകദേശം സൺസെറ്റിൻ്റെ അതേ ടൈമായിരുന്നു. കടലിലേക്ക് എത്ര നോക്കിയിരുന്നാലും നമുക്കൊരു മടുപ്പ് തോന്നാറില്ലല്ലോ. പത്ത് മിനിറ്റാണ് ഇവർ ഈ ഒട്ടകത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഒട്ടകപ്പുറത്ത് കയറി. അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒട്ടകങ്ങളൊന്നും കാണാറില്ല. ബാംഗ്ലൂർ ഒരു ബീച്ചിൽ പോയ ടൈമിൽ ഇതുപോലെ ഒട്ടകങ്ങളുണ്ടായിരുന്നു. വേറെ ഏത് ബീച്ചിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഈ ജെയിൻ വീലിലൊക്കെ കയറി. ഇതവർ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. ജെയിൻ വീലിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള സൺസെറ്റിൻ്റെ വ്യൂ ആണിത്.
ഇവിടെ തന്നെ വലിയൊരു ഫുഡ് കോർട്ടും ഉണ്ട്, പല പല വെറൈറ്റി സാധനങ്ങളുണ്ട്. അങ്ങനെ ഒരു 7 മണിയോടെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഇനി ഇവിടുന്ന് 1 മണിക്കൂറാണ് മാംഗ്ലൂരിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ ഹൈവേ ആണല്ലോ, അപ്പോൾ ട്രാഫിക്കിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മളൊരു 8:30 മണിയോടെ മാംഗ്ലൂർ എത്തി. ഇനി മാംഗ്ലൂർ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.